ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയാണ്. ഇന്നത്തെ നമ്മുടെ ചിക്കൻ ബിരിയാണി പാചകം പഠിക്കാത്ത ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. നല്ലൊരു ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടൊന്ന് ശേഷി സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 12 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ്. ഇനി നമ്മുടെ വീട്ടില് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഹോട്ടലുകളിൽ നിന്നൊന്നും ഓർഡർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനും സാധിക്കും. ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതുവരെയും ഒരാളും കുറ്റം പറയാത്ത അത്രയും ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 12 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ഞാനിവിടെ 22 പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ്റെ പാർട്സൊക്കെ ഒന്നെടുത്ത് മാറ്റാം. ഈ ഒരു കരൾ ഭാഗം കറിയിൽ ഇടുവാണെങ്കിൽ കറിക്ക് ഒരു കയ്പ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു വേണേ ഇതൊക്കെ ഒന്നെടുത്ത് മാറ്റാനായിട്ട്. പാർട്സുകളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ 2 തവണ നമുക്ക് ചിക്കനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ചിക്കനിലുള്ള ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ചിക്കനിലുള്ള ചോരമയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നതിനായിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കണം. ഇനി ചിക്കനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി തയ്യാറാക്കാനുള്ള റൈസാണ്. ഞാനിവിടെ 1.5 കിലോ അളവിലാണ് റൈസ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അരിയുടെ പേര് റോസ് ക്ലാസിക് എന്നാണ്. കൈമ റൈസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ബിരിയാണി തയ്യാറാക്കുന്നതെങ്കിൽ അരിയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടേണ്ടതാണ്. ഈ ഒരു റൈസ് നല്ല നീളമൊക്കെയുള്ള അരിയാണ്. ഇനി 10 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന ചിക്കനെ ഒന്നുകൂടെ വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കണം. ചിക്കൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ തന്നെ കിട്ടുന്നത്. അതുപോലെ ഇതിന്റെ ബാഡ് സ്മെല്ലൊക്കെ നല്ലവണ്ണം മാറി കിട്ടുന്നതും. നല്ലതുപോലെ കഴുകിയെടുത്ത ചിക്കനെ വെള്ളം വാലാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഉരുളിയിലേക്ക് ഒരു ചെറുനാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ നീര് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഇതിന്റെ കളറൊന്നും നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ചിക്കൻ ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞാൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചിക്കന് നല്ല മയമൊക്കെ കിട്ടുന്നതിനായിട്ടാണ്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ ചിക്കനെ കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചുകൂടെ എടുക്കണം. നിങ്ങൾ ഈ രീതിയിലല്ല ചിക്കൻ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത തവണ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയൊക്കെ നോക്കിക്കോളൂ. ചിക്കൻ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ചിക്കനെ മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന മറ്റുള്ള ചേരുവകൾ എടുക്കാം. ഞാനിവിടെ ഇടത്തരം അളവുള്ള 9 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ബോൾ വെളുത്തുള്ളി, 4 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൈവശമുള്ള തക്കാളി വലിപ്പമുള്ളതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാകും. അതുപോലെ സവാള വലിപ്പമുള്ളതാണെങ്കിൽ 6 എണ്ണം മതിയാകും. ഇനി മല്ലിയില, പുതിനയില, കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു 1/2 കപ്പ് തൈരിന്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 8ഓ 10ഓ പച്ചമുളക് എടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം സവാള കട്ട് ചെയ്തെടുക്കാം. സവാള കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പ വഴിയാണ് സവാള ഇതുപോലെ ഒന്ന് 2ആയി ഭാഗിച്ചതിന് ശേഷം തോലൊന്ന് താഴേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് സവാളയുടെ തോലെടുത്ത് മാറ്റാനും സാധിക്കുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ സവാളയൊക്കെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും. സവാള ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്ത് കൂടി എടുക്കാം. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടും. അതിനുശേഷം കൈകൊണ്ട് ലെയർ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാനും സാധിക്കും. സവാള കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നടുഭാഗത്തുള്ള വെളുത്ത കട്ടിയുള്ള ഭാഗം കൂടി നീക്കം ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല പോലെ തന്നെ ലെയറായും കിട്ടും.
കട്ട് ചെയ്തെടുത്ത സവാളയെ നല്ലതുപോലെ ഒന്ന് അടർത്തിയും കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും ഇത്രയും സവാള ഒന്ന് മാറ്റിയും കൂടെ വെക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബിരിയാണിയുടെ ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂടായ ഉരുളിയിലേക്ക് 100 ഗ്രാം അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 50 ഗ്രാം അളവിൽ കാഷ്യൂസും 50 ഗ്രാം അളവിൽ തന്നെ റേസിൻസും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഈ ഒരു സമയത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ റേസിൻസ് ഫ്രൈ ആയി വരുന്നത് കൊണ്ട് ഞാനിവിടെ റേസിൻസിനെ അരികത്തോട്ടൊന്ന് മാറ്റിവെക്കുവാണ്. ബിരിയാണി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാനും സാധിക്കും. എണ്ണയൊക്കെ ഒന്ന് വിട്ട് കിട്ടാനായിട്ട് ഞാൻ ഈ അരികത്തേക്ക് മാറ്റിവെച്ച റേസിൻസിനെ ഒന്ന് കോരിയും കൂടെ മാറ്റുവാണ്. വളരെ എളുപ്പത്തിൽ തന്നെ റേസിൻസും കാഷ്യൂസും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സവാള ആദ്യമേ ഇട്ട് കൊടുക്കണം. സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഒന്ന് മുരിയിച്ചെടുക്കാം. ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യുന്നതിനായിട്ടാണ് ഞാൻ ഈ ഒരു സവാളയെ ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിന്റെ ഗോൾഡൻ കളറൊന്നും നഷ്ടപ്പെടാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. സവാള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ സവാളയെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു തരി പോലും കരിയാതെ നല്ല ഗോൾഡൻ കളറിലാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സവാള ഫ്രൈ ചെയ്തതും നമുക്കൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റാം. കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതേ ഉരുളിയിലേക്ക് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കാൻ പോകുന്നത്. എണ്ണ ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാനിപ്പോൾ എണ്ണ ചേർക്കുന്നില്ല. ഇതിലേക്ക് 2 ബേ ലീഫ്, 2 സർവ്വ സുഗന്ധി ഇല ചേർക്കാം. ഈ ഒരു ഇല നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. കൂടെ തന്നെ 2 കഷ്ണം പട്ട. ഇനി വേണ്ടത് ഒരു തക്കോലം ഒന്ന് കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു 5 ഏലക്ക, 5 കറിയാമ്പൂ. ഇത്രയും മസാലകൾ നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർക്കേണ്ടത്. സവാള എണ്ണയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല മെറൂൺ കളറായി വരുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. നമ്മുടെ മസാലയ്ക്ക് നല്ല കളറും നല്ല ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഗോൾഡൻ കളർ ആയി വരുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഇതേ ഒരു പാകത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. ഈ ഒരു ചതച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റിൽ നിന്നും 1 സ്പൂൺ അളവിൽ നമുക്കൊന്ന് മാറ്റിയും കൂടെ വെക്കണം. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു ചേരുവ കൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ കാണിച്ച തക്കാളിയാണ് കട്ട് ചെയ്ത് ചേർക്കേണ്ടത്. ഇനി തക്കാളി കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് വാടി വരണം. അതുവരെയും നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 75 ഗ്രാം അളവിൽ ബിരിയാണി മസാലയാണ്. ഞാനിവിടെ ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം ബിരിയാണി മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുമാണ്. മസാല പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇനി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. നമ്മളിപ്പോൾ 1/2 മണിക്കൂർ നേരമാണ് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മസാലയും ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയിൽ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരമാണ് വഴറ്റിയെടുക്കേണ്ടത്. 5 മിനിറ്റ് നേരം മസാലയിൽ ഇട്ട് കൊടുത്ത് ചിക്കൻ വഴറ്റിയെടുക്കുമ്പോൾ ഇതിലെ വെള്ളമയൊക്കെ നല്ല പോലെ തന്നെ വറ്റി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് 200 മില്ലി അളവിൽ തൈര് കൂടെ ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തൈരിലെയും വെള്ളമയൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിക്കിട്ടണം. മസാലയും തൈരും ചിക്കനും ഒക്കെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഇതേ ഒരു പാകത്തിലേക്ക് ചിക്കൻ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടി തന്നെയാണ് ഈ ഒരു സമയത്ത് ചിക്കൻ ഇരിക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ ഇതേ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ കൂട്ടിയിളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം
നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് വരാനായിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സമയത്തായിരിക്കണം അരി ഒന്ന് നല്ല പോലെ കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ച് കൊടുക്കേണ്ടത്. അരി കഴുകുന്ന വെള്ളം നല്ല തെളിഞ്ഞ് കിട്ടുന്നത് വരെയാണ് നമുക്ക് കഴുകിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് തുറന്ന് നോക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ മസാലയിലേക്ക് മല്ലിയിലയും പുതിന ഇലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ മസാല താഴേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു ബിരിയാണി ചെമ്പാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ ഊറ്റിയെടുക്കുന്ന രീതിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. കൂടുതൽ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്ക, ഒരു തക്കോലം ഒന്ന് കുരുകളഞ്ഞത്, 5 കറിയാമ്പൂ, 2 ബേ ലീഫ്, 2 വലിയ കഷ്ണം കറുവപ്പട്ട, 1 പിടി മല്ലിയില പുതിനയില കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ അളവില് സജീരകം, 1 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കുരുമുളക് ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും 1 നാരങ്ങയുടെ നീര് കൂടെ ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വെള്ളം നല്ല തിളച്ച് വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്തിയ അരി ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അരി വെള്ളത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി അരി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. അരി ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുവാണ്. അരി നല്ലവണ്ണം ഇപ്പോൾ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗമാണ് വെന്ത് കിട്ടേണ്ടത്. ഇടയ്ക്ക് മൂടി തുറന്ന് അരി ഒന്ന് വെന്തോന്ന് നോക്കാം. അരി ഒന്ന് നെങ്ങി വരുന്ന പാകമായാൽ പിന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ചോറിനെ ഒന്ന് കോരി മാറ്റാം. ചോറ് കോരി മാറ്റുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ മേളിൽ പൊങ്ങിക്കിടക്കുന്ന ഈ ഒരു മസാലകളെ നമുക്കൊന്ന് കോരി മാറ്റാം. അതിനുശേഷം പാത്രം താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം ബിരിയാണി മസാലയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ മസാല നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ മസാല നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കുറുകിയ പാകത്തിലാണ് ഇരിക്കുന്നത്. ഇനി 1/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഈ ഒരു ഗ്രേവിയുടെ മുകളിലോട്ട് കോരിയിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് റൈസ് വറ്റിച്ചെടുക്കുന്നതാണ് താല്പര്യമെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് വറ്റിച്ചെടുക്കേണ്ടത്. ഞാൻ ഇന്നിവിടെ എടുത്തിട്ടില്ല. നീളം കൂടിയ അരിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വറ്റിച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റുന്നതുമാണ്. ജീരകശാല പോലുള്ള ചെറിയ അരി വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ വറ്റിച്ചായിരിക്കണം എടുക്കേണ്ടതും. റൈസ് മുഴുവനും മസാലയിലേക്ക് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ നിന്നും 1 ഗ്ലാസ് വെള്ളം ഇതുപോലെ റൈസിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ശേഷം ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ കൈവശമുള്ള ഏത് നെയ്യും ബിരിയാണി തയ്യാറാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് RKG ആണ്. ഞാനിപ്പോൾ മിൽമ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 50 ഗ്രാം അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർക്കാം. ഗരം മസാലപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്ത ഒണിയനുമാണ് ചേർക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില പുതിനയില കട്ട് ചെയ്ത് കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലില് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 നുള്ളു പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു റൈസിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കാം. അതിനുശേഷം ഒരു ഭാരവും കൂടെ ഇതിന്റെ മുകളിലായിട്ട് കയറ്റി വെക്കണം. ഇനി ഒരു 10 മിനിറ്റ് നേരം ബിരിയാണി ഇതുപോലെ ചെറിയ തീയിലിരിക്കട്ടെ. ബിരിയാണി ദം ചെയ്യാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് മൂടി ഒന്ന് തുറന്ന് നോക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ബിരിയാണി നല്ല മണമൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലുള്ള റൈസിനെ ഒരു റൈസ് കട്ടർ ഉപയോഗിച്ച് കോരി മാറ്റാവുന്നതാണ്. മുകളിലത്തെ ചോറ് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുവാണ്. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്നെടുത്ത് മാറ്റാം. നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. ഒരു തരി പോലും കുഴഞ്ഞു പോകുകയോ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും തന്നെയില്ല. നല്ല പെർഫെക്റ്റ് റൈസാണ് നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ മസാല ചോറായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ മസാലയും ചോറും ഒന്നും ഒരു തരി പോലും കുഴയാതെയും നല്ല പെർഫെക്റ്റ് ആയിട്ടും തയ്യാറാക്കി എടുക്കാനും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം തന്നെ നല്ല ഫ്രൈ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ റൈസും മസാലയുമായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലുള്ള വലിയ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇപ്പോൾ നമ്മൾ താഴെ ഭാഗത്തുണ്ടായിരുന്ന മസാലയും റൈസും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം സെർവ് ചെയ്യുന്നതിനായിട്ടൊരു വലിയ പാത്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ബിരിയാണി മുഴുവനും ഈ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ, വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും നല്ലൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. ഇനി നിങ്ങളുടെ വീട്ടിലെ ചെറിയൊരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. കൂടുതൽ ചേരുവകൾ എടുക്കുമ്പോൾ നമ്മളിന്ന് പറഞ്ഞിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെയും അളവുകൾ കൂട്ടി വേണം എടുക്കാനായിട്ടും. ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു ബിരിയാണി ഒരു 12 പേർക്കാണ് സെർവ് ചെയ്യാൻ സാധിക്കുന്നത്. ബിരിയാണിയുടെ അളവ് പറയുവാണെങ്കിൽ നമ്മൾ ചിക്കനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ചിക്കൻ 12 പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ വീട്ടാവശ്യത്തിനാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നതെങ്കിൽ 22 പീസോ 24 പീസോ ആക്കാവുന്നതുമാണ്. ഒരു പാർട്ടികളിൽ വിളമ്പാനാണ് തയ്യാറാക്കുന്നതെങ്കിൽ ചിക്കനെ പൊരിച്ചതിന് ശേഷമായിരിക്കണം തയ്യാറാക്കി എടുക്കേണ്ടതും. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മസാല തയ്യാറാക്കിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. ചെറിയ അരി വെച്ചിട്ടാണ് നിങ്ങൾ ബിരിയാണി തയ്യാറാക്കുന്നതെങ്കിൽ ബിരിയാണി റൈസിനെ വറ്റിച്ചാണ് എടുക്കേണ്ടതും. ബിരിയാണി റൈസ് വറ്റിച്ചാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്ന അളവിൽ വെള്ളം ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ എത്തുന്നതാണ്. അതുവരെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.